തഞ്ചൈ പെരിയ കോവിലിനെ കുറിച്ച് അനേകം കഥകൾ പ്രചാരത്തിലുണ്ട്. അതിലേറ്റവും റീച്ചുള്ളത്, അതായത് ഇൻസ്റ്റഗ്രാം കാലത്ത് അതിലേറ്റവും കൂടുതൽ റീച്ചുള്ളത്, മോശം പൊളിറ്റീഷ്യൻസ് തഞ്ചാവൂർ ക്ഷേത്രത്തിൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്ഥാനചലനം സംഭവിക്കുകയോ അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടുകയോ ചെയ്തേക്കാം എന്നതാണ്. ഇന്ദിരാഗാന്ധി, MGR, കരുണാനിധി ഇവരെയൊക്കെ ഉദാഹരണമായി എടുത്തുകൊണ്ടാണ് ഈ കഥ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. കോവിൽ അഭിഷേകത്തിന് രാജരാജ ചോളൻ സംസ്കൃത രീതിയിൽ പൂജ വേണമെന്ന് ആവശ്യപ്പെടുകയും ഇതിൽ പ്രകോപിതനായ ഗുരു രാജരാജ ചോളനെ ശപിച്ചു എന്നുമാണ് കഥ. അതായത് രാജരാജ ചോളൻ്റെ കുലം മുടിഞ്ഞു പോകട്ടെ എന്ന് ശപിച്ചു എന്നാണ് കഥ. എന്താണ് യാഥാർത്ഥ്യം? രാജരാജ ചോളൻ കോവിലിനെ വിളിച്ചത് രാജരാജേശ്വരം എന്നായിരുന്നു. പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം പെരുവുടയർ ക്ഷേത്രം എന്ന രീതിയിൽ പേര് മാറി. അതിനും ശേഷം നായ്ക്കന്മാരുടെ കാലഘട്ടത്തിലാണ് സംസ്കൃതത്തിലുള്ള ബൃഹദീശ്വര എന്ന പേര് വരുന്നത്. രാജരാജ ചോളൻ ഒരു സംസ്കൃതവാദി ആയിരുന്നെങ്കിൽ ആദ്യം തന്നെ ക്ഷേത്രത്തിന് അങ്ങനെ ഒരു പേര് നൽകുമായിരുന്നു. ഇനി അങ്ങനെ ഒരു ക്ഷാമം ഉണ്ടെന്ന് തന്നെ കരുതുക. അങ്ങനെയാണെങ്കിൽ രാജരാജ ചോളന് ശേഷം ചോളവംശം മുടിഞ്ഞു പോകേണ്ടതല്ലേ? ചോളവംശത്തിന് ശേഷം പാണ്ഡ്യന്മാരും അവർക്ക് ശേഷം നായ്ക്കന്മാരും അവർക്ക് ശേഷം മറാത്തകളും ടെമ്പിളിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഏറ്റവും ഒടുവിൽ ആർക്കോട്ട് നവാബും ഈ ക്ഷേത്രത്തിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അവർക്കാർക്കും ഇങ്ങനൊരു അത്യാഹിതം സംഭവിച്ചായിട്ട് നമ്മൾ എവിടെയും കാണുന്നില്ല. നമുക്ക് അതെല്ലാം വിടാം. 1958 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തഞ്ചൈ കോവിലെത്തുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ മുഖ്യമന്ത്രി കാമരാജും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും അതേ സ്ഥാനത്ത് വർഷങ്ങളോളം ഇരുന്നിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നതിന് മുമ്പ് കോവിലിൽ വന്നിരുന്നു എന്നുള്ളതാണ് ഈ അപസർപ്പക കഥകൾക്ക് പ്രചാരം ലഭിക്കാൻ കാരണം. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം? 1960-ലും 1966-ലും ഇന്ദിരാഗാന്ധി കോവിലിൽ വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് 1984 കോവിലിൽ വരുന്നത്. അന്ന് അവരുടെ കൂടെ MGRും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നതിന് മുമ്പ് പോകുന്നത്, അതായത് കൊല്ലപ്പെടുന്നതിന് കൃത്യം 2 ദിവസം മുമ്പ് പോകുന്നത് കാശ്മീരിലെ ശങ്കരാചാര്യ ക്ഷേത്രത്തിലാണ്. അതിനുശേഷമാണ് അവർ കൊല്ലപ്പെടുന്നത്. അതിന് 3 വർഷങ്ങൾക്ക് ശേഷമാണ് MGR മരണപ്പെടുന്നത്. നമുക്കിതെല്ലാം മാറ്റിവെക്കാം. 1990-കളിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി, അന്നത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ശരത് പവാർ കോവിലെത്തിയിട്ടുണ്ട്. അതിനുശേഷം പലരും വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2006-ലോ 2008-ലോ മണിശങ്കർ അയ്യർ വന്നിട്ടുണ്ട്. ഇങ്ങനെ രാഷ്ട്രീയക്കാരായിട്ടും അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഗവർണർ, മറ്റ് സംസ്ഥാന ഗവർണർ, ഇങ്ങനെ പലരും വന്നു പോയിട്ടുണ്ട്. 2003 ഏറ്റവും ഒടുവിൽ 2003 ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഹോളിവുഡ് സ്റ്റാർ വന്നിട്ടുണ്ട്. ഇങ്ങനെ പലരും വന്നും പോന്നിരിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു കഥ നമ്മൾ മെനഞ്ഞെടുക്കുന്നത് എന്തിനായിരിക്കും? അതെനിക്ക് തോന്നുന്നത് ഇൻസ്റ്റാഗ്രാം റീൽസ് വൈറലാകാൻ വേണ്ടിയിട്ടാവാം. കാരണം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാവാം. ഞാൻ അവസാനം കണ്ടൊരു റീലിൽ ഈ കഥകൾക്കെല്ലാം അപ്പുറത്ത് കമിതാക്കൾ അല്ലെങ്കിൽ പ്രണയിക്കുന്നവർ അവിടെ വന്നു കഴിഞ്ഞാൽ പിരിയുമെന്നൊരു കഥ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണോ എന്തോ.